നമസ്കാരം. ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങളുടെ വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര വാർത്തകളിൽ ഇടം നേടുന്നത്. എന്നാൽ ഈ സമയത്ത് റഷ്യയിൽ നിന്നും പുറത്തെത്തുന്ന മറ്റൊരു വാർത്തയാണ്. ഈ വാർത്ത അക്ഷരാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളി തന്നെയാണ്. ഇനി എന്താണ് ആ കാര്യമെന്ന് പറയാം. പാശ്ചാത്യ ലോകത്തിന് കടുത്ത വെല്ലുവിളിയുമായി പുതിയ തലമുറ ലേസർ ആയുധങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് റഷ്യ. ഈ നീക്കത്തെ ഊർജ്ജ യുദ്ധത്തിലെ ഒരു വലിയ മുന്നേറ്റമായി കണക്കാക്കുന്നതാണ്. 3 പ്രധാന ലേസർ ആയുധങ്ങളാണ് റഷ്യ പുറത്തിറക്കിയിട്ടുള്ളത്. ഇവയുടെ പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പുതിയ റഷ്യൻ ലേസർ ആയുധങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. ഏറ്റവും പുതുതായി പുറത്തിറക്കിയ പൊസഹോ എന്ന കോമ്പാക്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ കഴിവുള്ളതാണ്. അതായത് ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷണങ്ങളിൽ നിശ്ചിത ദൂര പരിധിക്കുള്ളിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ ഇതിന് കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. കൃത്യമായ ലക്ഷ്യത്തിൽ 1 സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിനു കഴിഞ്ഞു. ഇതിന്റെ 3 കിലോ വാട്ട് പ്രോട്ടോടൈപ്പ് പരീക്ഷിച്ചു. വ്യാവസായിക തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു 80 കിലോ വാട്ട് പതിപ്പ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പോർട്ടബിൾ ഇന്റർബീം അടിസ്ഥാനമാക്കിയുള്ള ലേസർ സംവിധാനമാണ്. അദൃശ്യമായ ലേസർ ബീമുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. യുക്രേനിയൻ ഡ്രോണുകൾക്കെതിരെ പ്രതിരോധിക്കാൻ റഷ്യ ഇതിനെ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇനി ഈ ലേസർ ആയുധങ്ങളിൽ രണ്ടാമത്തേതായ പെരസ്വെറ്റ് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷിയെ ഇല്ലാതാക്കാനാണ് ഈ ലേസർ സിസ്റ്റം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് 200 മുതൽ 1100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിടാൻ കഴിവുള്ളതാണ്. 130 മുതൽ 180 വരെ കിലോമീറ്റർ വരെ കവറേജ് വ്യത്യാസമുണ്ട്. മൊബൈൽ ഭൂതല മിസൈൽ കോംപാക്സുകളുടെ നീക്കങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ശത്രുക്കളുടെ നിരീക്ഷണ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. 2017 മുതൽ റഷ്യൻ സായുധ സേനയിൽ ഇത് സജ്ജീകരിച്ചു തുടങ്ങിയിരുന്നു. 2018 ഡിസംബർ 1 ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമാക്കി. റഷ്യയുടെ തന്ത്രപ്രധാനമായ മിസൈൽ സേനാ വിഭാഗങ്ങളിൽ ഇത് വിന്യസിച്ചിട്ടുണ്ട്. അടുത്തതായി ലേസർ ആയുധങ്ങളിൽ മൂന്നാമത്തേതായ സതിരയെക്കുറിച്ച് പറയാം. പെരസ്വെറ്റിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള ലേസർ സംവിധാനമാണ് സതിര. ശത്രു ഉപകരണങ്ങളെ നേരിട്ട് കത്തിച്ചു കളയാൻ ഇതിന് സാധിക്കും. ഉക്രേനിയൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നതായി റഷ്യ അവകാശപ്പെടുന്നു. 5 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യങ്ങളെ 5 സെക്കൻഡിനുള്ളിൽ നശിപ്പിക്കാൻ ഇതിന് സാധിക്കും. ഈ ലേസർ ആയുധങ്ങൾ റഷ്യയുടെ സൈനിക ശക്തിയിൽ വലിയൊരു മുന്നേറ്റമാണ് നൽകുന്നത്. എന്നിരുന്നാലും ഇതിന് ചില പരിമിതികൾ കൂടിയുണ്ട്. ഇത്തരം ലേസർ ആയുധങ്ങളുടെ പ്രവർത്തനത്തെ മൂടൽമഞ്ഞ്, മഴ തുടങ്ങിയ അന്തരീക്ഷ സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ സംവിധാനങ്ങൾക്ക് വലിയ അളവിൽ വൈദ്യുതി ആവശ്യമാണ്. ആയുധങ്ങളായും ധനസഹായമായും വായ്പയായും ഉക്രൈൻ വലിയ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായങ്ങൾ ലഭിക്കുമ്പോഴാണ് പുതിയ ആയുധങ്ങൾ സ്വയം രംഗത്തിറക്കിക്കൊണ്ട് റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയുടെ ആയുധ ശേഖരത്തിൽ പെരസ്വെറ്റ് ലേസർ സിസ്റ്റം ഉൾപ്പെടുന്നു. ഇത് ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണശേഷി ഇല്ലാതാക്കാൻ ഉക്രൈനിൽ വിന്യസിച്ചതായും റിപ്പോർട്ടുണ്ട്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഈ സംവിധാനം ഇതിനകം തന്നെ സൈനിക സേവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞുവെന്നാണ്. മിസൈലുകളും വിമാനങ്ങളും വെടിവെച്ചു വീഴ്ത്താൻ ഈ ലേസറുകൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2018 മാർച്ചിൽ തന്നെ ഈ പുതിയ ലേസർ ആയുധത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ സതിര എന്ന സംവിധാനത്തിന് ശത്രു ഉപകരണങ്ങളെ കത്തിച്ചു കളയാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലേസർ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വലിപ്പവും ഊർജ പരിമിതികളും കാരണം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഈ സംവിധാനങ്ങൾ റഷ്യയ്ക്കൊരു സാങ്കേതിക മുന്നേറ്റം നൽകുന്നു എന്ന് സൈനിക വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ശീതയുദ്ധകാലത്തെ ലേസർ ഘടിപ്പിച്ച 1K-17 ഷാറ്റി ടാങ്ക് പോലുള്ള പദ്ധതികളുടെ പുനരുജ്ജീവനം ഈ മേഖലയിൽ റഷ്യയ്ക്കുള്ള ദീർഘകാല ആഗ്രഹങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച